10ാം ക്ലാസ് ഉയർന്ന മാർക്കോട് കൂടി പാസ്സായവർക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് GDS നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണും. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതുപോലെ ആപ്ലിക്കേഷൻ വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അതിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഉയർന്ന മാർക്കോട് കൂടി പാസ്സായവർ 10ാം ക്ലാസ് വെച്ച് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ നാട്ടിൽ പോസ്റ്റ് ഓഫീസ്, നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ വരെ ജോബ് കിട്ടാൻ ചാൻസ് ഉള്ള നോട്ടിഫിക്കേഷനാണ്. 18 to 40 വയസ്സ് വരെയാണ് ജനറൽ ഏജ് ലിമിറ്റ് വരുന്നത്. OBC-കാർക്ക് 43, SC/ST-കാർക്ക് 45 വരെ അപേക്ഷ അയക്കാൻ പറ്റും. ഇതിലേക്ക് എഴുത്തു പരീക്ഷ, ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും വരുന്നില്ല. നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 10ാം ക്ലാസ്സിൽ കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഏജും പരിഗണിച്ചാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. അപ്പോൾ കേരളത്തിന് സെപ്പറേറ്റ് വാക്കൻസി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ വാക്കൻസി ഇവിടെ കാണാം. ടോട്ടൽ വാക്കൻസി ഓൾ ഇന്ത്യ വാക്കൻസി 28,636 വാക്കൻസി ആണെങ്കിൽ കേരളത്തിന് 14ാമത് കിടക്കുന്നുണ്ട്. കേരള ജനറൽ കാറ്റഗറിക്കാർക്ക് 930 വാക്കൻസി, 378 വാക്കൻസി OBC, 151 വാക്കൻസി SC, 20 വാക്കൻസി ST, 161 വാക്കൻസി EWS-കാർക്കും പിന്നെ PWD കാറ്റഗറിക്കാർക്ക് സെപ്പറേറ്റ് വാക്കൻസി വന്നിട്ടുണ്ട്. ടോട്ടൽ വാക്കൻസി 1,691 വാക്കൻസിയാണ്. 100 രൂപ ആപ്ലിക്കേഷൻ ഫീസൊക്കെ വരുന്നുണ്ട്. ജനറൽ OBC-കാർക്ക് SC/ST-കാർക്കും പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല. താല്പര്യമുള്ളവർ 16 ഫെബ്രുവരിക്ക് മുന്നേ പോസ്റ്റ് ഓഫീസിന്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക്